ഞാൻ ഈ പറയാൻ പോകുന്ന സിനിമയിൽ നല്ല കിടിലൻ ഗ്രാഫിക്സും അന്യ ആക്ഷൻ സീക്വൻസുകളും അടിപൊളി സീറ്റടിച്ച പരിപാടി ഒന്നുമില്ല. പക്ഷേ എന്തുണ്ടെന്ന് ചോദിക്കുവാണെങ്കിൽ ഒരു ഒന്നൊന്നര സ്ക്രീൻ പ്ലേ ഉണ്ട്. കണ്ടുകൊണ്ടിരിക്കുന്നവന് ഒരിടത്ത് പോലും പിടിതരാതെ നമ്മൾ വിചാരിക്കാത്തൊക്കെ സ്ഥലത്തിലോട്ടൊക്കെ ഈ ഒരു പടം പോകും. പിന്നെ ഇതിന്റെ എഡിറ്റ് പാറ്റേൺ എൻ്റെ മോനെ വിഷയമായിരുന്നു. അതായത് ഈ ഒരു കഥയെ അവർക്ക് എങ്ങനെ വേണമെങ്കിലും അപ്രോച്ച് ചെയ്യായിരുന്നു, അല്ലെങ്കിൽ പറയായിരുന്നു. പക്ഷെ അവരതൊന്നും ചെയ്തില്ല. സംഭവം എന്താണെന്നാൽ ഫ്രാൻസിലെ ഒരു ഒറ്റപ്പെട്ട മലമ്പ്രദേശത്ത് ഒരു സ്ത്രീ മിസ്സിംഗ് ആവുന്നു. അവരുടെ കാർ മാത്രമേ കണ്ടെത്താൻ പറ്റിയിട്ടുള്ളൂ. അവർക്ക് എന്ത് സംഭവിച്ചെന്നോ അവരെ ആരാണ് തട്ടിക്കൊണ്ടു പോയതെന്നോ ഒരു ഐഡിയയും കിട്ടുന്നില്ല. അപ്പോൾ ആ കാണാതായ സ്ത്രീയും ഇതിലെ കഥാപാത്രങ്ങളുമായിട്ട് എന്താണ് ബന്ധം, അവർക്ക് ശരിക്കും എന്താണ് സംഭവിച്ചത്? അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത് 2019 പുറത്തിറങ്ങിയ ഓൺലി ദി ആനിമൽസ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് ക്രൈം ഡ്രാമ ചിത്രത്തിനെ പറ്റിയാണ്. ഇനി നീട്ടുന്നില്ല, നേരെ വീഡിയോയിലോട്ട്. പടത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വെസ്റ്റ് ആഫ്രിക്കയാണ് കാണിക്കുന്നത്. അവിടെ ഒരു പയ്യൻ ഇങ്ങനെ സൈക്കിളിൽ ഇങ്ങനെ പോവുകയാണ്. അവന്റെ കഴുത്തിൽ ഒരു ആടിനെ കെട്ടിയിട്ടിട്ടുണ്ട്. സൈക്കിൾ ഓടിച്ചപ്പോൾ നേരെ ഒരു അപ്പാർട്ട്മെന്റിൽ ചെന്ന് പാപ്പസനോ ഉണ്ടോ എന്ന രീതിയിൽ ഏതോ ഒരാളെ അന്വേഷിക്കുന്നു. ആരുടെ ഈ പാപ്പസനോ, ആരാ ഇവനോ ഒന്നും നമുക്ക് അറിയുന്നില്ല. ഇവിടെ കട്ടാവുന്ന സീൻ പിന്നെ തുടങ്ങുന്ന അങ്ങ് ഫ്രാൻസിൽ. അവിടുത്തെ ഒരു മഞ്ഞൊക്കെ പെയ്യുന്ന ഒരു വലിയൊരു മലമ്പ്രദേശവും അത്. ഇവിടെയാണ് പടത്തിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ആലിസ് തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു പടത്തിനെ അവർ ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ചാപ്റ്റേഴ്സും ഇതിനകത്ത് ഓരോ ക്യാരക്ടേഴ്സിന്റെ പേരുമാണ്. അപ്പോൾ ഈ ആലിസ് ആരാണെന്നാൽ അവിടെ തന്നെയുള്ള ഒരു ഇൻഷുറൻസ് ഏജന്റ് ആണ്. അപ്പോൾ പുള്ളിക്കാരത്തി ഈ മഞ്ഞിന്റെ ഇടയിൽ ഇങ്ങനെ കാറൊക്കെ ഓടിച്ച് പോവുക. ഒരു ഇൻഷുറൻസ് ഏജന്റ് ആയതുകൊണ്ട് തന്നെ ഒബ്വിയസ്ലി പുള്ളിക്കാരത്തേക്ക് ഒരുപാട് ക്ലയൻസ് ഉണ്ടാവും, അവരുമായിട്ട് മീറ്റിംഗ് ഉണ്ടാവും. അതിലൊരു ക്ലയന്റിനെ കാണാനാണ് ഈ പോകുന്നത്. അവളും ആ സ്ഥലത്തിലോട്ട് എത്തുന്നു. ക്ലയന്റിന്റെ പേരെന്ന് പറയുന്നത് ജോസഫ് ആണ്. ആൾക്ക് അവിടെ തന്നെ ഒരു ഷീപ്പ് ഫാം ഉണ്ട്. സോ അതൊക്കെ നോക്കിയിട്ടാണ് പുള്ളി അവിടെ ജീവിക്കുന്നത്. ഇവൾ അങ്ങോട്ട് ചെന്നതും ജോസഫ് വളർത്തുന്ന ഒരു പട്ടി ഇവളുടെ അടുത്തോട്ട് വരിക. തൊട്ട് ബാക്കിൽ തന്നെ നമ്മുടെ ജോസഫ് കാട്ടിൽ നിന്ന് ഇങ്ങനെ മെല്ലെ ഇറങ്ങി വരുന്നുണ്ട്. രണ്ടുപേരും കണ്ടു, മീറ്റ് ചെയ്തു, ഉള്ളിൽ കയറിയിട്ട് അവരുടെ ആ ഒരു ഇൻഷുറൻസുമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. എന്നിട്ട് മെയിൻ പരിപാടിയിലോട്ട് അവരങ്ങ് കടന്നു. കശിപിശയൊക്കെ തന്നെയാണ്. ഇൻഷുറൻസ് സംസാരിച്ച് അവരുടെ ഇടയിൽ ഇൻഷുറൻസ് വന്നെന്ന് തോന്നുന്നു. സോ ദേ ആർ ഇൻ എ റിലേഷൻഷിപ്പ്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇവർ സംസാരിക്കുമ്പോഴാണ് ഇവൻ എന്തോ ഒരു മാറ്റമുള്ള പോലെ ഒരു തോന്നൽ ആലിസിന് വരുന്നത്. അപ്പോൾ ജോസഫിനോട് ചോദിക്കുന്നത്, നിനക്ക് എന്തെങ്കിലും പറ്റുമോ, എന്താ നിന്റെ പ്രശ്നം, നീ എന്താ വിഷമിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷെ അവനൊന്നും പറയുന്നില്ല. ആലിസ് എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് ചെറിയൊരു സുഖമില്ല, നീ ഇപ്പം പോക്കും, നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞ് അവിടെ പറഞ്ഞു വിടുക. ഇവൾ എത്ര ചോദിച്ചിട്ടും അവൻ പറയാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ അവൾ ഓടുന്ന് പോകുന്നു. എന്ത് ജോസഫിന് പറ്റിയ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ച് ഇവൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴാണ് റോഡ് സൈഡിൽ ഒരു ആരും ഇല്ലാത്തൊരു കാർ ഇങ്ങനെ കുറേ നേരമായിട്ട് നിൽക്കുന്നത്. ഇവൾ പോയപ്പോഴും തെപ്പ് വരുമ്പോഴും അത് അവിടെ തന്നെ ഇരിക്കുക. അതെന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് ഇവൾ വീട്ടിലോട്ട് വന്ന് അവിടുത്തെ പരിപാടികളൊക്കെ ചെയ്യുക. അപ്പോൾ ഇവൾ ഒറ്റയ്ക്കല്ല, ഇവളുടെ അച്ഛനും പോരാത്തതിന് ഇവളുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള മൈക്കിളും ഉണ്ട്. യെസ്, ആലിസ് മാരീഡ് ആണ്. അപ്പോൾ ജോസഫിന്റെ കൂടെ ഉള്ളത് ഒരു ഇല്ലിസിറ്റ് അഫെയർ ആണ്. ഇവിടെ വീട്ടിലെ പരിപാടി ചെയ്യുന്നതിന്റെ ഇടയിലാണ് ന്യൂസിൽ ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താ കാറിന്റെ ഒറ്റപ്പെട്ട നിലയിൽ ഇവിടെ ഇങ്ങനെ ഒരു കാർ കണ്ടെത്തിയിട്ടുണ്ടെന്നും ആരാണെന്നും എന്താണെന്നൊക്കെ പോലീസൊക്കെ വന്ന് അന്വേഷിക്കുന്നുണ്ട്. ആലിസും അത് വലിയ കാര്യമാക്കുന്നില്ല, അവൾ കാഷ്വലായിട്ട് വിടുന്നു. അത് അങ്ങനെ പിറ്റേ ദിവസം ആവുന്നു, ആലിസ് അവളുടെ ജോലിക്ക് പോകുന്നു. ഇപ്രാവശ്യത്തെ ക്ലയന്റ് എന്ന് പറയുന്ന ഒരു വയസ്സായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ അവരുമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവൾ തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ ടി വിയിൽ ആ ഒരു കാറിന്റെ കാര്യം വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ അത് ആരാ എന്താണെന്നൊക്കെ അന്വേഷിക്കുമ്പോഴാണ് അത് അവിടെ തന്നെയുള്ള ഒരു ബിസിനസ്സുകാരന്റെ ഭാര്യയുടെ കാറായിരുന്നു. ആളുടെ ആ ഒരു ബിസിനസ്സുകാരിയൊക്കെ ആയിട്ട് പുറത്തായിരുന്നു. അപ്പോൾ ഈ ഒരു ന്യൂസ് ഇന്നലെ കേട്ടപ്പോഴാണ് അത് തന്റെ ഭാര്യയുടെ കാറാണെന്നും തന്റെ ഭാര്യയെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്നും അവൾ മിസ്സിംഗ് ആണെന്നുള്ള കാര്യം ഇവിടെ കൺഫേം ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കാണാതായിട്ടുള്ള സ്ത്രീ ആയിട്ടുള്ള എവലിൻ. ഇങ്ങനെ ആലിസ് ഈ ഒരു കാര്യമെല്ലാം ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അതേസമയം ഇവളുടെ വീട്ടിൽ ആരും നോക്ക് ചെയ്യുന്നു. ആരാണെന്ന് ചെന്ന് നോക്കുമ്പോൾ അത് അവിടുത്തെ ഒരു പോലീസുകാരനായിരുന്നു. ഈ പോലീസുകാരൻ നമ്മുടെ ആലിസിന്റെ ഒരു പരിചയക്കാരനാണ്. ആലിസ് അവളുടെ ഈ ഒരു വർക്ക് കാരണം എപ്പോഴും ഇങ്ങനെ പുറത്തിങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. ഈ എവലിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, എവിടെയെങ്കിലും പരിചയം ഉണ്ടോ എന്നുള്ള കാര്യമെല്ലാം കൺഫേം ചെയ്യാനാണ് ഇങ്ങോട്ട് വന്നേക്കുന്നത്. അന്വേഷിക്കുമ്പോൾ ആലിസ് ഇതുവരെ ഈ ഒരു എവലിൻ എന്ന് പറയുന്ന സ്ത്രീയെ കണ്ടിട്ടേ ഇല്ല. ഇവളിത് പറഞ്ഞതും ആ ഒരു പോലീസുകാരൻ അടുത്ത് ചോദിക്കുന്നത് ജോസഫിനെ പറ്റിയാണ്. ജോസഫിന്റെ കാര്യം എങ്ങനെയാണ്, അതായത് അയാൾക്ക് ഇവളെ പരിചയം ഉണ്ടാവാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഇത് കേട്ട ആലിസ് ചെറുതായിട്ടൊന്ന് ഷോക്ക് ആവുന്നുണ്ട്. ഇയാളിപ്പോൾ എന്തിനും ആവശ്യമില്ലാതെ ജോസഫിനെ പറ്റി ചോദിക്കുന്നത്? എന്തിനു സാർ അങ്ങനെ ചോദിച്ചേ? ജോസഫ് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല, ഞാൻ ജസ്റ്റ് ചോദിച്ചതേ ഉള്ളൂ. ജോസഫിന്റെ വീട്ടിൽ നിന്ന് കുറച്ചങ്ങ് മാറിയിട്ടാണ് എവലിന്റെ കാർ കണ്ടെത്തിയേക്കുന്നത്. അപ്പോൾ അതിന്റെ പേര് ചോദിച്ചതേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും ഇല്ല എന്ന് പോലീസ്. അപ്പോഴാണ് ആലിസിന്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള മൈക്കിൾ ആ വീട്ടിലോട്ട് വരുന്നത്. അവനോടും ഈ കാണാതായ എവലിനെ പറ്റി അന്വേഷിക്കുന്നുണ്ട്. ടിവിയിൽ ഫോട്ടോ കണ്ടെന്നല്ലാതെ ഇതിനു മുമ്പ് ഞാൻ എവിടെയും ഈ ഒരു എവലിനെ കണ്ടിട്ടില്ല എന്ന് അവനും പറയുന്നു. അപ്പോൾ ഓക്കെ ശരി, ഞാൻ പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് പോലീസുകാരനെ അവിടെ ഇറങ്ങും. ആലിസിനാണെങ്കിൽ ഒരു സ്വസ്ഥതയില്ല, കാരണം പോലീസുകാരൻ ജോസഫിന്റെ പേര് ചോദിച്ചുകൊണ്ട് അവൾ പിറ്റേ ദിവസം തന്നെ നേരെ ജോസഫിനെ കാണാൻ വേണ്ടി ഇറങ്ങി. ഇവളും അവിടെ ചെന്ന് ജോസഫ് എന്ന് അലറി വിളിച്ചിട്ടും അവനൊരു പ്രതികരണമില്ല. ഇത് വീണ്ടും ഇവളെ ടെൻഷൻ ആക്കുന്നു. ഇനി എങ്ങനെ അവൻ ആ ഫാമിൽ ഉണ്ടാവുമോ എന്നറിയാൻ വേണ്ടി ഇവള് നേരെ ഫാമിലോട്ട് ചെന്ന് കയറുകയാണ്. ഉള്ളിൽ കയറിയപ്പോഴും അവനെ അവിടെ കാണാനില്ലായിരുന്നു. ഇവളും നടന്ന് അകത്തോട്ട് ചെല്ലുന്ന സമയത്താണ് അവൾ ഞെട്ടിപ്പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോസഫിന് ഏറ്റവും അധികം ഇഷ്ടമുള്ള അവന്റെ പട്ടിക്കുട്ടി അവിടെ ചത്ത് കിടക്കുന്നു. അതും ചുമ്മാ ചത്തതല്ല, അതിനെ വെടിവെച്ച് കൊന്നതാണ്. ഇതും കൂടെ കണ്ടപ്പോൾ അവളങ്ങ് പേടിച്ച് വിറച്ച് നിൽക്കുമ്പോൾ ബാക്കിൽ നിന്ന് ജോസഫും വരുന്നു. ജോസഫ് എന്ത് പറ്റി, ഇവനെങ്ങനെ മരിച്ചു, ഇവൻ എന്ത് പറ്റി? എന്നാൽ ജോസഫിന് മുഖത്ത് വലിയ വികാരമൊന്നും ഇല്ലാതെ അവനെ ആരോ ഷൂട്ട് ചെയ്തു. ആരെ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല, അവൻ പോയി. ജോസഫിന് ഭയങ്കര സങ്കടമായിട്ടുണ്ടാവും എന്നോർത്തിട്ട് അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഇവൾ അടുത്തോട്ട് ചെല്ലുന്നുണ്ട്. എന്നാൽ കുറച്ച് കഴിഞ്ഞാൽ ഇവൻ എന്ത് ചെയ്തു, ഒന്ന് ഇറങ്ങി പോവാവോ ശല്യം ചെയ്യാതെ, നിന്റെ കൺവട്ടം കാണുന്ന എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഇവളോട് ചൂടായി അവളോട് പോകാൻ പറയുന്നു. സ്വന്തം കെട്ടിയവനേക്കാളും അവൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടായിരുന്നു ജോസഫിനോടായിരുന്നു. അതേ ജോസഫ് ഇവളോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇവൾക്ക് ഭയങ്കര ഫീലായി. പാവ ആലിസ്
ആലിസ് ഭയങ്കര സങ്കടപ്പെട്ട് കരഞ്ഞു മോങ്ങിയിട്ടൊക്കെ കാർ ഓടിച്ച് പോകുന്നത്. അങ്ങനെ രാത്രിയാവുന്നു. കെട്ടിനുള്ള ഫുഡെല്ലാം ഇവിടെ പൊതിഞ്ഞ് അങ്ങേർ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ട് ചെല്ലുന്ന സമയത്താണ് നമ്മുടെ മൈക്കിളിന് ഒരു കോൾ വരുന്നത്. പുള്ളി ഭയങ്കര സീരിയസ് ആയിട്ട് ആരോട് ഫോണിൽ സംസാരിക്കുക. കേസോ അതൊന്നും വേണ്ട, നിങ്ങൾ വിട്ടേ, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ വെക്കുന്നു. ഇതും കൂടെ കേട്ടോണ്ട് വന്ന് നമ്മുടെ ആലിസ് ആണെങ്കിൽ വീണ്ടും അങ്ങ് ടെൻഷൻ ആവുന്നു. എന്ത് കേസ്, ആരുടെ കേസ് എന്നൊക്കെ പറഞ്ഞ് ഇവൾ ആലോചിക്കുന്നു. മൈക്കിളിനോട് ആവുന്ന ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരുടെ കേസിനെ പറ്റി സംസാരിക്കുന്നത്, ആരോടെ നിങ്ങൾ സംസാരിച്ചെന്നൊക്കെ. എന്നാൽ അവനാവട്ടെ ഇവള് ചോദിക്കുന്നതിന് ഒരു മറുപടിയും കൊടുക്കാതെ നേരെ അവിടുന്ന് കാർ എടുത്ത് പോവുക. ആലിസും കിടന്ന് ഉറങ്ങാണ്. ഒരു നട്ടപ്പതിരയ്ക്ക് ആയ സമയത്ത് വെളിയിൽ ഒരു കാർ വരുന്ന ശബ്ദമുള്ള കേൾക്കുന്നുണ്ട്. ആരാന്നറിയാൻ വേണ്ടി ഇവളും ചെന്ന് നോക്കുന്നു. കാർ അവിടെ അനങ്ങാതെ കിടക്കും. നോക്കുമ്പോൾ അത് മൈക്കിളിന്റെ കാറായിരുന്നു. എന്താ കാർ ഓണാക്കി അവിടെ ഇട്ട് ഇങ്ങോട്ട് വരാത്തെന്ന് പറഞ്ഞ് ഇവൾ ആലോചിക്കുക. എന്തായിരിക്കും അറിയാൻ വേണ്ടി ഇവള് നേരെ ആ ഒരു കാറിന്റെ അടുത്തോട്ട് ചെല്ലുന്നു. നോക്കുമ്പോൾ ഉള്ളിൽ നമ്മുടെ മൈക്കിള് മൂക്കൊക്കെ പൊത്തിപ്പിടിച്ചിരിക്കുക. സംഭവം ചോരയൊക്കെ വരുന്നുണ്ടായിരുന്നു. നല്ല പോലെ എവിടെന്നോ കിട്ടിയിട്ടുണ്ട്. ഇത് കാണുന്ന ആലിസ് എന്താണ് ചിന്തിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, താനും ജോസഫും തമ്മിലുള്ള ഒരു അഫെയറിന്റെ കാര്യം മൈക്കിൾ അറിഞ്ഞ് മൈക്കിൾ ജോസഫിനെ കണ്ട് പ്രശ്നം ഉണ്ടാക്കി അവനുമായിട്ട് തല്ലുകൂടി ഉണ്ടായപ്പോൾ ഇങ്ങനെ സംഭവിച്ചതാണെന്നാണ് ഇവള് ചിന്തിക്കുന്നത്. എന്തിനാ മൈക്കിൾ നിങ്ങൾ ജോസഫിന്റെ അടുത്ത് ചെന്ന് അവനോട് വഴക്കുണ്ടാക്കിയത്? നിങ്ങളല്ല അവന്റെ പട്ടിയെ കൊന്ന്, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞങ്ങൾ തമ്മിലുള്ള അഫെയറാണ് പ്രശ്നം എങ്കിൽ അത് നിർത്തിക്കോളാം, ഇനി ഇങ്ങനൊന്നും ചെയ്യില്ലേ എന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഇവനോട് ഇവള് തുറന്നു പറഞ്ഞു. എന്നിട്ട് രണ്ടുപേരും കിടന്ന് ഉറങ്ങുന്നു. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടെ മൈക്കിളിനെ കാണാനില്ല. ഇവള് വീടിനകത്തും കാറ്റൽ ഫാമിലിയും എല്ലാം അവിടെ അന്വേഷിക്കുന്നുണ്ട്, കാറും കാണാനില്ല. അപ്പോൾ അവൾ ഉറപ്പിച്ചു എന്തായാലും ജോസഫിന്റെ അടുത്തായിട്ടായിരിക്കും, എന്തെങ്കിലും അവർക്കിടയിൽ സംഭവിക്കും എന്നൊരു കാര്യം ഇവൾക്ക് ഉറപ്പായി. അപ്പോൾ അതെങ്ങനെയെങ്കിലും തടയാൻ വേണ്ടി ഇവളുടെ പരിചയമുള്ള ഒരു പോലീസുകാരനുണ്ടല്ലോ മുമ്പേ കണ്ട, അയാളെയും വിളിച്ച് ഇവർ രണ്ടുപേരും ചേർന്ന് നേരെ ജോസഫിന്റെ വീട്ടിലോട്ട് ചെല്ലുക. എന്നിട്ട് പോലീസുകാരനോട് ജോസഫായിട്ടുള്ള അഫെയറിന്റെ കാര്യം, അത് മൈക്കിൾ കണ്ടുപിടിച്ച കാര്യം എല്ലാം അവൾ പറയുന്നു. അങ്ങനെ ഇവർ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്താണ് എവിലിന്റെ കാർ എവിടെ നിന്ന് കണ്ടുപിടിച്ചോ അതേ സ്ഥലത്ത് ഇപ്പൊ നമ്മുടെ മൈക്കിളിന്റെ കാർ നിൽക്കുക. ഓടി അടുത്ത് നിന്ന് തുറന്നു നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ മൈക്കിളും ഇല്ല. അപ്പൊ അന്നത്തെ സെയിം സീനാരിയോ ഇവിടെ റിപ്പീറ്റ് ആവുന്നു. ഇതോടെ ആലിസ് എന്ന ആദ്യത്തെ ചാപ്റ്റർ അവസാനിക്കുന്നു. അടുത്ത ചാപ്റ്റർ ജോസഫ്. അപ്പൊ ജോസഫ് അവിടെ ഫാമെല്ലാം നോക്കി ഇങ്ങനെ നടത്തുന്ന ആളാണ്. ആൾ ഇത്രയും നാൾ ഒറ്റയ്ക്കായിരുന്നില്ല, കൂടെ അമ്മയുണ്ടായിരുന്നു. ബട്ട് റീസെന്റ് ആയിട്ടാണ് പുള്ളിക്കാരത്തി മരിച്ചുപോയത്. ഇപ്പൊ അവിടെ ആൾക്ക് കൂട്ടെന്ന് പറയാൻ ആ ഒരു പട്ടി മാത്രമേ ഉള്ളൂ. അമ്മയുടെ ഭരണം അവനെ വല്ലാതെ ബാധിക്കുന്നു. അവനെ ഭയങ്കരതയും തനിമത്തത്തിലേക്ക് തള്ളിവിടുന്നു. അവനെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ അവനെ സ്നേഹിക്കാൻ ആരും ഇല്ല എന്നൊരു തോന്നലിലേക്ക് അവൻ വരികയാണ്. ഈവൻ ദോ ആലിസിന് ഇവനെ ഇഷ്ടമാണെങ്കിൽ പോലും ഇവന് തിരിച്ച് അവളോട് അത്രയൊന്നും ഇല്ല. അങ്ങനെ ഇരിക്കും. ഒരു ദിവസം രാത്രി കിടന്നുറങ്ങുമ്പോൾ അവിടുത്തെ പട്ടി ഒരേ കൊരയെന്ന് പറഞ്ഞാൽ നിർത്താതെ കുറച്ചുകൊണ്ടിരിക്കുക. എന്തായിരിക്കും അറിയാൻ ഇവനും വാതിൽ തുറന്ന് നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ അവിടെ ഭയങ്കരതയും മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുക. ആരും ഉള്ളതായിട്ട് ഒന്നും ഇവനും കാണുന്നില്ല. അങ്ങ് ദൂരത്തായിട്ട് ചെറുതായിട്ട് ഒരു കാറിന്റെ ഹെഡ്ലൈറ്റ് വരുന്ന പോലും ഇവന് തോന്നി. പക്ഷെ അത് പിന്നീടൊന്നും കണ്ടില്ല. ഏതെങ്കിലും കാർ അങ്ങോട്ട് പാസ് ചെയ്തായിരിക്കും എന്ന് പറഞ്ഞാൽ അവനും അത് വിട്ടു. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോഴും പട്ടി ഒരേ കൊര. ഇപ്രാവശ്യം പട്ടി ആ ഒരു മരമെല്ലാം അടുക്കി വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്നാണ് കുറച്ചുകൊണ്ടിരിക്കുന്നത്. ഇവനിത് എന്ത് പറ്റിയെന്ന് അറിയാൻ വേണ്ടി ജോസഫും അടുത്ത് വന്ന് നോക്കുമ്പോഴാണ് അവിടെ ഒരു ബോഡി കിടക്കുന്നു. തുറന്നു നോക്കുമ്പോൾ ആരാണ്? നമ്മുടെ എവിലിന്റെ ബോഡിയാണ് കിടക്കുന്നത്. ഇത് കാണുന്ന ജോസഫിന് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അവൻ ഭയങ്കര ടെൻഷനായി പോവാണ്. അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വന്ന് നോക്കുമ്പോൾ മുറ്റത്തൊരു മൈന എന്ന് പറയുന്ന പോലെ ഡെഡ് ബോഡി കിടന്ന എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ എന്തായാലും ജോസഫ് അല്ല ചെയ്ത് ആരാണെന്ന് അറിയുന്നുമില്ല. ഇതും പോരാത്തതിന് അപ്പോഴാണ് ഇവനെ കാണാൻ വേണ്ടി അവിടേക്ക് ആലിസും വരുന്നത്. പടത്തിന്റെ ആദ്യ സീനിൽ ആലിസ് ഇവനെ കാണാൻ വേണ്ടി വരുന്നുണ്ടല്ലോ, ആ സീനാണ് ഇപ്പൊ നടക്കുന്നത്. ആലിസിനെ കണ്ടതും ആ ഒരു മരകൃഷ്ണങ്ങളുടെ ബാക്കിലേക്ക് ആ ഒരു ബോഡി കൊണ്ട് വലിച്ചിടുന്നു. ഇവിടെ ഈ ഒരു വിഷയം അറിയാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് അവളെ പെട്ടെന്ന് അവൻ പറഞ്ഞു വിട്ടതും. അതുകൊണ്ടാണ് ആലിസിന് ഇവനെന്തോ ഡെസ്പായ പോലെ ഒരു തോന്നലെല്ലാം ഇവൾക്ക് കിട്ടിയത്. ഇത് പോലീസ് അറിഞ്ഞാലും ഇവന് ഇതിൽ നിന്ന് പെട്ടെന്ന് ഊരാൻ പറ്റില്ല. കാരണം ഇവന്റെ വീട്ടിൽ നിന്നാണ് ഈ ഒരു ബോഡി കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇവന് ഈ ഒരു ബോഡി എടുത്ത് ആരും കാണാതെ കൊണ്ട് കളയും എന്നോർത്തിരിക്കുമ്പോൾ അണ്ണന് വേറെ പ്ലാൻ ഉണ്ടായിരുന്നു. പുള്ളി നേരെ ആ ഒരു ബോഡി ആളുടെ ഫാമിലോട്ടാണ് കൊണ്ടുവരുന്നത്. എന്നിട്ട് അവിടെ ആ ഒരു പുല്ലിന്റെ കെട്ട് വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ തന്നെ അവനൊരു റൂം പോലെ സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കുന്നു. ഓരോ സാധനം ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് അടുക്കടിക്ക് വെച്ചിട്ട് അതിന്റെ ഉള്ളിൽ അവന് മാത്രം കയറി പോകാൻ പറ്റുന്ന രീതിയിൽ സംഭവം എല്ലാം സെറ്റ് ചെയ്യുന്നവൻ അതിന്റെ ഉള്ളിലോട്ട് ഈ ഒരു ഡെഡ് ബോഡി കൊണ്ട് വെക്കുക. എന്നിട്ട് ഇവൻ ഡെയിലി ആ ഒരു ഡെഡ് ബോഡിയുടെ കൂടെ ചെന്ന് കിടക്കുക. എന്നിട്ട് അതിനോട് ഇവൻ സംസാരിക്കുന്ന രീതിയിലൊക്കെ ഇവൻ ആലോചിച്ച് കൂട്ടുക. അമ്മയുടെ മരണശേഷം ഇവൻ അത്യാവശ്യം മെന്റലി ബാധിക്കപ്പെട്ടതിനെ തുടർന്ന് ഈ മരിച്ച എവിലിന്റെ ബോഡിയോട് ഇവനൊരു അട്രാക്ഷൻ തോന്നി. അത് ഇവനോട് സംസാരിക്കുന്ന രീതിയിലെല്ലാം ഇവൻ ഹാലുസിനേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഇവന്റെ അമ്മ മരിച്ചപ്പോൾ അത് അവന് പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാൻ പറ്റാതിനെ തുടർന്ന് ആ ഒരു ബോഡി ഡീകമ്പോസ് ആവാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ അതിനെല്ലാം എവിലിൻ ഇവന് മാപ്പ് കൊടുക്കുന്ന രീതിയിൽ, അതായത് അവന്റെ അമ്മ തന്നെ ഇവന് മാപ്പ് കൊടുക്കുന്ന രീതിയിലൊക്കെ ഇവനിങ്ങനെ ഹാലുസിനേറ്റ് ചെയ്ത് കൂട്ടുകയാണ് എന്തിനോ ഏതോ. പിറ്റേ ദിവസം കേസിന്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി അവിടേക്ക് നമ്മുടെ പോലീസുകാരെ വരുന്നുണ്ടായിരുന്നു. പുള്ളി വന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് ഇവൻ വളർത്തുന്ന ഒരു പട്ടി ഭയങ്കര കുറച്ച് അവിടെ ഒരു ഡൗട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആർക്ക്? പോലീസുകാരന്. കാരണം എവിലിന്റെ ബോഡി അതിന്റെ ഉള്ളിലുണ്ട്. അത് കഴിഞ്ഞ് പോലീസിനെ പറഞ്ഞു വിട്ട് ഉള്ളിലോട്ട് വരുമ്പോൾ ആ പട്ടി നേരെ ഉള്ളിലുള്ള എവിലിന്റെ ബോഡി കടിച്ച് വെളിയിലോട്ട് എടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഇതോടെ കണ്ടതോടെ ജോസഫിന്റെ കംപ്ലീറ്റ് കയ്യിൽ നിന്ന് പോയി. അവനൊന്നും നോക്കിയില്ല, നേരെ തോക്കെടുത്തു ആ ഒരു പട്ടിയെ ഷൂട്ട് ചെയ്ത് കൊന്നു. ഇത്രയും നാളും കൂടെ ഉണ്ടായിരുന്നതാണ്, വളർത്തിയതാണ്, സ്നേഹമുള്ളത് എല്ലാം മറന്നു ഒരു നിമിഷത്തേക്ക്. കാരണം ആ സമയത്ത് അവൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ഉണ്ടായിരുന്ന എവിലിന്റെ ബോഡി ആയിരുന്നു. ഈ പട്ടി ഇവിടെ ഉള്ളിടത്തോളം ഇതിന് ദോഷമായിരിക്കും എന്നൊരു കാര്യമാണ് അവൻ തിരിച്ചറിയുന്നത്. എന്നിട്ട് വീണ്ടും ആ ഒരു ബോഡി എടുത്ത് അവൻ ഉള്ളിൽ കൊണ്ടുപോയിട്ട് അവനും അതിന്റെ കൂടെ കിടക്കുന്നുണ്ട്. മരിച്ച എവിലിൻ ഇവരോട് നേരിട്ട് സംസാരിക്കുന്ന രീതിയിലൊക്കെ ഹാലസിനേറ്റ് ചെയ്ത് ഇങ്ങനെ ഊട്ടുന്നുണ്ട്. അതിന്റെ ഇടയിലോട്ടാണ് നമ്മുടെ ആലിസ് പിറ്റേ ദിവസം വന്ന് കയറുന്നത്. പോലീസ് ജോസഫിനെ അന്വേഷിച്ച കാര്യം ഇവനോട് പറയാൻ വേണ്ടിയാണ് ഇവൾ ഇങ്ങോട്ട് വരുന്നത്. അപ്പോഴാണ് ആ ഒരു പട്ടി അവിടെ ചത്ത് കിടക്കുന്ന ഇവള് കാണുന്നതും ഇവനോട് എന്ത് പറ്റി ഏത് പറ്റിയെന്ന് അന്വേഷിക്കുമ്പോൾ അവൻ പിടിച്ച് വലിച്ച് പുറത്താക്കുന്നത്. ഇപ്പൊ ജോസഫിന് ടെൻഷൻ കൂടുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആലിസിനെ ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വരുന്ന ആള് ഇവനെയും ഈ ഒരു ബോഡിയും തമ്മിൽ പിരിക്കുവോ എന്നൊക്കെ ഓർത്ത് അറ്റ് ദിസ് സ്റ്റേജ് ഇവർ രണ്ടുപേരും പിരിയാൻ പറ്റാത്ത രീതിയിൽ എടുക്കുകയാണ്. അതായത് ഈ ഒരു ഡെഡ് ബോഡിയും ഇവനും. എന്നിട്ട് രാത്രി തന്നെ ഇവൻ ആ ഒരു എവിലിന്റെ ബോഡിയും എടുത്ത് അങ്ങ് ദൂരത്തേക്ക് നടക്കുകയാണ്. കുറച്ചപ്പുറത്തായിട്ട് ഒരു കൊക്ക പോലൊരു സാധനമുണ്ട് ഭയങ്കര ആഴത്തിലായിട്ട്. അങ്ങോട്ട് ഈ ഒരു എവിലിന്റെ ബോഡിയും ഉന്തിയിട്ടിട്ട് ഇവനും അതിന്റെ പിന്നാലെ തന്നെ ചാടുക. അങ്ങനെ ഇവിടെ എവിലിന്റെ ബോഡിയും പോയി, അതേപോലെ തന്നെ ജോസഫ് മരിക്കുകയും ചെയ്തു. അവിടെ നിന്ന് അങ്ങനെ അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നു മാരിയോൺ. ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു ക്യാരക്ടറാണ്
പേരാണ് മാരിയോൺ. സദേൺ ഫ്രാൻസിലെ ഒരു റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു വെയിട്രസ് ആണ് നമ്മുടെ മാരിയോൺ. അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഇവള് വർക്ക് ചെയ്യുന്ന സ്ഥലത്തിലേക്ക് എവ്ലിൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വരികയാണ്. അവിടെ വെച്ചിട്ടാണ് ഇവർ രണ്ടുപേരും ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. ഇവർ കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുകളിലൂടെ സംസാരിച്ച് അങ്ങ് ഹോട്ടൽ മുറി വരെ എത്തിയ കാര്യങ്ങൾ. എവ്ലിനെ സംബന്ധിച്ച് അത് ആ ഒരു മൊമെന്റിൽ ആ ഒരു ഫ്ലിങ് എന്ന രീതിയിൽ അതങ്ങ് സംഭവിച്ചു. പക്ഷേ മാരിയോൺ അതായിരുന്നില്ല. അവിടെ ഈ ഒരു കാര്യത്തിൽ ഭയങ്കര സീരിയസ് ആയിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും എവ്ലിന്റെ ഹോട്ടലിൽ തന്നെ 2-3 ദിവസം സ്റ്റേ ചെയ്യുന്നുണ്ട്. പിന്നീട് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എവ്ലിൻ ഇവൾക്കൊരു കത്ത് എഴുതി വെച്ചിട്ട് അവൾ അവളുടെ നാട്ടിലോട്ട് തിരിച്ചു പോകുന്നു. ഞാൻ പറഞ്ഞല്ലോ എവ്ലിനെ സംബന്ധിച്ച് അവളത് സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇതറിയുന്ന മാരിയോൺ അത് സഹിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് ഷീ ഫെൽ ഇൻ ലവ് വിത്ത് എവ്ലിൻ. ദെൻ മാരിയോൺ രണ്ടും കൽപ്പിച്ച് എവ്ലിന്റെ നാട്ടിലോട്ട് പുറപ്പെടുകയാണ്. അവളെ നേരിട്ട് എന്ന് കണ്ട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞു. ഇവളുടെ കയ്യിൽ അധികം ഫണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് വഴിയിൽ വരുന്ന വണ്ടിയിൽ ലിഫ്റ്റ് ഒക്കെ ചോദിച്ചിട്ടാണ് ഇവള് വരുന്നത്. അങ്ങനെ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇവള് ലിഫ്റ്റ് ചോദിക്കുമ്പോൾ ഒരു കാർ വന്ന് നിർത്തുന്നുണ്ട്. അതിൽ ആരാണെന്ന് നോക്കുമ്പോൾ അത് നമ്മുടെ ആലിസും മൈക്കിളും ആണ് കാറിൽ വരുന്നത്. ഇവള് കൈ കാണിച്ചപ്പോൾ ഇവളെ കയറ്റാന്നൊക്കെ പറഞ്ഞ് ആദ്യം ഈ ഒരു വണ്ടി സൈഡിലോട്ട് ആക്കുന്നുണ്ട്. എന്നാൽ മാരിയോൺ അടുത്തോട്ട് വന്ന് കയറാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഈ മൈക്കിളിന് എന്ത് തോന്നിയെന്നറിയില്ല, അവൻ പെട്ടെന്ന് വണ്ടി എടുത്തങ്ങ് പോയി. അവിടെ പരനാരി എന്ന് പറഞ്ഞ റോട്ടിൽ നിന്ന് തന്നെ നമ്മുടെ മാരിയോൺ അവനെ ചീത്തയും പറഞ്ഞു. അങ്ങനെ ഇവള് കുറെ കഷ്ടപ്പെട്ട് നടന്നിട്ടാണെങ്കിലും ആ ഒരു എവ്ലിന്റെ വീട്ടിലോട്ട് എത്തുന്നുണ്ട്. ഇവളെ കണ്ട എവ്ലിനാണെങ്കിൽ ഒരേ ഷോക്ക്, നീ എന്ത് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു അവളോട്. എന്നിട്ട് അന്ന് ആ ഹോട്ടലിൽ നിർത്തിയത് ഇന്ന് ഇവിടെ തുടർന്നിട്ട് ഇവർ ഇങ്ങനെ സംസാരിച്ചിരിക്കുക. മാരിയോണി ഇവിടെ ഒരുപാട് നാൾ നിർത്താൻ പറ്റില്ല, കാരണം എവ്ലിന്റെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്. പുള്ളിയെങ്ങാനും ഈ വിഷയം അറിഞ്ഞു കഴിഞ്ഞാൽ തീർന്ന്. അതുകൊണ്ട് മോള് വന്നേ, മോളെ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് എവ്ലിൻ ഇവളെ കൂട്ടിക്കൊണ്ട് വേറൊരു സ്ഥലത്തിലോട്ട് പോവുക. നീ തൽക്കാലം ഈ ഹോട്ടലിൽ നിൽക്ക്, അതിനുള്ള കാശ് ഇതാ എന്നാ വെച്ചോ എന്ന് പറഞ്ഞിട്ട് കാശ് ഉൾക്ക് കൊടുക്കുന്നു. അത് എവ്ലിൻ ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് നിന്റെ കാശൊന്നും വേണ്ട. ഞാൻ ഇങ്ങോട്ട് തേടി വന്നത് നിന്നെ കാണാനും നിന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രം. എൻ്റെ അധികം കാശൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ എൻ്റെ ഉള്ളത് വെച്ച് ഞാൻ ഇവിടെ എവിടെയെങ്കിലും തട്ടിക്കൂട്ട് രീതിയിൽ നിന്നോളാം. നീ തൽക്കാലം ഇപ്പോൾ പൊക്കോ, ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവളെ പറഞ്ഞു വിടുന്നു. ദെൻ മാരിയോൺ അവളുടെ കയ്യിലുണ്ടായിരുന്ന കാശ് വെച്ച് ചെറിയൊരു എന്താ പറയുക ക്യാബിൻ സെറ്റപ്പിൽ ഒരു സാധനം റെന്റിന് എടുക്കുന്നു. അന്ന് രാത്രി തന്നെ ഞാൻ ഇവിടെ നിൽക്കുന്നത്, ഇതാണ് എൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് എവ്ലിൻ ഇവള് മെസ്സേജ് അയക്കുന്നുണ്ട്. പിറ്റേ ദിവസം ആവുന്നു, അവള് വന്നില്ല. അതുകൊണ്ട് മാരിയോൺ ആയിട്ട് തന്നെ അവളുടെ വീട്ടിലോട്ട് വീണ്ടും ചെല്ലുന്നു. എവ്ലിൻ, എനിക്ക് നീ ഇല്ലാതെ പറ്റുന്നില്ല, ദയവ് ചെയ്ത് നീ എൻ്റെ കൂടെ വാ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്നോട്ടെ, നിന്റെ കൂടെ ഒരുമിച്ച് നിൽക്കണം എന്ന് പറയുന്ന ഒരു ആഗ്രഹത്തിൽ ഞാൻ ഇങ്ങോട്ട് വന്ന്. മാരിയോൺ, ഞാൻ പറഞ്ഞല്ലോ അത് അത്ര എളുപ്പമല്ല. ഒന്ന്, ഞാൻ മാരീഡ് ആണ്, ഞാനും നീയും തമ്മിൽ ഏതാണ്ട് 20 വയസ്സിന് വ്യത്യാസമുണ്ട്. നിന്നേക്കാൾ ഒരുപാട് കമ്മിറ്റ്മെന്റ്സ് എനിക്കുണ്ട്. അത് ഒറ്റ ദിവസം കൊണ്ട് ഇട്ടിട്ട് എനിക്ക് നിന്റെ കൂടെ വരാൻ പറ്റത്തില്ല. ഇതിൽ മെയിൻ കാര്യം ഞാൻ ഇതിനകത്ത് സീരിയസ് ആയിരുന്നില്ല. ഇത് കേട്ടതോടെ മാരിയോൺ അവിടെ നിന്ന് വീണ്ടും ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ രാത്രിയാവുന്നു. മാരിയോൺ ആ ഒരു ക്യാബിന്റെ ഉള്ളിൽ അവളുടെ കാര്യങ്ങളെല്ലാം ചെയ്തിങ്ങനെ ഇരിക്കുക. അപ്പോൾ പുറത്താരുടെ നേടിൽ ഇങ്ങനെ ഓടിപ്പോകുന്നു ഇവള് കണ്ടു. തന്റെ പിന്നാലെ ആരോ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നൊരു തോന്നൽ അവളുടെ ഉള്ളിൽ വരുന്നു. അതിൽ പേടിച്ച് എവ്ലിനെ കോൾ ചെയ്ത് നിനക്ക് ഇന്ന് ഇങ്ങോട്ട് വരാൻ പറ്റും, എനിക്ക് പേടിയാവുന്നു, എന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവളോട് പറയുന്നു. അതിന് എവ്ലിനാണെങ്കിലോ, ഇല്ല മാരിയോൺ, എനിക്കിന്ന് പുറത്ത് വരാൻ പറ്റത്തില്ല, കാരണം ഇന്ന് എൻ്റെ ഹസ്ബൻഡ് വരും, നീ ഇന്നത്തെ രാത്രി ഒന്ന് അവിടെ അഡ്ജസ്റ്റ് ചെയ്യും, നാളെ രാവിലെ ഞാൻ അങ്ങോട്ട് വന്നേക്കാന്ന് പറഞ്ഞ് ഇവൾ. അങ്ങനെ പിറ്റേ ദിവസം ആവുന്നു, രാവിലെ കുറച്ചു നേരം നടന്നിട്ട് വരാമെന്ന് പറഞ്ഞ് മാരിയോൺ പുറത്തോട്ട് ഇറങ്ങുക. ഇവളങ്ങനെ പുറത്ത് പോയി നടന്ന് തിരിച്ചു വരുമ്പോഴേക്ക് ആ ഒരു ക്യാബിന്റെ ഡോറിൽ ഒരു എൻവലപ്പ് ഉണ്ട്. ആരെ ഇത് ഇവിടെ കൊണ്ട് വെച്ചതെന്ന് ഇവൾക്ക് അറിയുന്നില്ല. ഇവൾ എന്നിട്ട് അത് തുറന്നു പോകുന്ന സമയത്ത് അതിനകത്ത് കുറെ ക്യാഷ് ആയിരുന്നു. അപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായി, എവ്ലിനാണ് ഈ ഒരു കാശ് ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നത്. ഈ ക്യാഷും വാങ്ങി മൂടിയിട്ട് ഇവിടുന്ന് പോകാൻ വേണ്ടിയാണ് അവൾ പറയുന്നത്. അപ്പോൾ തന്നെ ഇത്രയും ചീപ്പായിട്ടാണ് ഇവൾ കരുതുന്നത് എന്ന് ഓർത്തപ്പോൾ ഇവൾക്ക് വീണ്ടും ദേഷ്യം വരുന്നു. ദെൻ അന്ന് രാത്രി ഒരു നേരിട്ട് കണ്ടപ്പോൾ വൻ അടിയാവുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞിട്ട് നീ എന്തോ ചെയ്യും, ഞാൻ ഇവിടുന്ന് പോവാന്ന് പറഞ്ഞിട്ട് എവ്ലിൻ അവിടുന്ന് പോകുന്നു. അങ്ങനെ അന്ന് രാത്രി കാർ എടുത്ത് പോകുന്ന നമ്മുടെ എവ്ലിന്റെ പിന്നാലെ വേറൊരു കാർ ഫോളോ ചെയ്യുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട്. ആൻഡ് ഫോർ എ മാറ്റർ ഓഫ് ഫാക്ട് ഇന്ന് രാത്രിയാണ് ഈ ഒരു എവ്ലിൻ കൊല്ലപ്പെടാൻ പോകുന്നത്. അത് നമുക്കറിയാം, പക്ഷെ വേറെ ആർക്കും അറിയത്തില്ല. ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയ എവ്ലിൻ ഇവളെ വീണ്ടും കാണാൻ വരാത്തതിനെ തുടർന്ന് അവൾക്ക് ഏതാണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ആർക്ക്? നമ്മുടെ മാരിയോൺ കേട്ടോ. ഇവള് ഭയങ്കര സങ്കടപ്പെട്ട് ഡസ്പായി ആ ഒരു റൂമിൽ നിന്നും വെളിയിലോട്ട് ഇറങ്ങാതെ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ട് കിടക്കുക. എവ്ലിൻ കാണാതായ അന്ന് രാത്രി അവൾ അവസാനം വന്നത് ഈ ഒരു സ്ഥലത്തിലേക്ക് ആണെന്ന് പോലീസുകാർ കണ്ടെത്തി പോലീസുകാർ ഈ മാരിയോനെ വന്ന് ചോദ്യം ചെയ്യുന്നു. അവളും അവൾക്കറിയുന്ന എല്ലാ സത്യങ്ങളും തുറന്നു പറയുന്നു. എവ്ലിനെ അന്ന് ഹോട്ടലിൽ വെച്ച് കണ്ടതും ഇഷ്ടപ്പെട്ടതും പിന്നെ ഇവർ തമ്മിലുണ്ടായ കാര്യങ്ങളും എല്ലാം പറയുന്നു. സോ ഇതോടെയാണ് എവ്ലിൻ മിസ്സിംഗ് ആണ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ മാരിയോൺ അറിയുന്നത്. ഇതിന് ഈ ഒരു പോലീസ് ചോദ്യം ചെയ്ത് അന്ന് രാത്രി ഇവള് റൂമിൽ ഇരിക്കുന്ന സമയത്ത് ഇവളുടെ ഡോർ ആരോ നോക്ക് ചെയ്യുന്നുണ്ട്. ദെൻ ഡോർ തുറന്ന് അതിന്റെ ഉള്ളിലേക്ക് വരുന്നത് ആരാണെന്ന് നോക്കുമ്പോൾ നമ്മുടെ മൈക്കിളായിരുന്നു. അല്ലയോ ആലീസിന്റെ ഹസ്ബൻഡായ മഹാനുഭാവു, താങ്കൾ എന്താ ഇവിടെ എന്ന് പറഞ്ഞ് നമ്മൾ ആലോചിക്കും. മാരിയോണും അതുപോലെ ഇവനെ ഏതറാവെന്ന് പറഞ്ഞിട്ട് ഇവളെ ആലോചിക്കുന്നു. എന്നാൽ വരുന്ന മൈക്കിളിന് ഇവളെ അങ്ങ് ഭയങ്കരധികം കണ്ട് പരിചയമുള്ള വല്ലാത്ത എക്സ്പ്രഷനെ കിട്ടിട്ടാ കയറി വരുന്നത്. അതും ഇവളുടെ പേരായിട്ടുള്ള മാരിയോൺ എന്ന് വിളിച്ചിട്ടല്ല, അമാൻഡിൻ എന്ന് പറഞ്ഞ് വേറൊരു പേരും വിളിച്ചിട്ടാണ് ഇവൻ വരുന്നത്. ഇവക്കാണെങ്കിൽ ഭയങ്കരധികം പേടി, ഇവൻ ആരാ എന്താണെന്ന് അറിയാത്തതിന്റെ. മോളെ അമാൻഡിൻ, നീ ഇനി പേടിക്കേ വേണ്ട, നിനക്ക് ഈ ഞാനുണ്ട് കൂട്ടെന്നൊക്കെ പറഞ്ഞ് ഇവൾ അവനെ ചെന്ന് തൊടാനൊക്കെ നോക്കുന്നു. അല്ല ഇവൻ അവളെ ചെന്ന് തൊടാനൊക്കെ നോക്കുന്നു. ഇവക്കാണെങ്കിൽ ആരാ എന്താണെന്ന് അറിയാതെ അവളങ്ങ് പേടിച്ചു പോകുന്നു. കാല് മടക്കി മൂഞ്ചി നോക്കി ഒരു അറ്റ ചവിട്ട് വെച്ച് കൊടുക്കുന്നു. കിട്ടേണ്ടത് കിട്ടിയപ്പോൾ നമ്മുടെ മൈക്കിളിന്റെ കാര്യം മനസ്സിലായിട്ട് പുള്ളി വേഗം അവിടെ ഓടിപ്പോയി. ഇതോടെ ഈ ചാപ്റ്റർ അവിടെ അവസാനിക്കുന്നു. അടുത്ത് അമാൻഡിൻ എന്ന് പറഞ്ഞ അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുക. പടത്തിന്റെ ഫസ്റ്റ് സീനായിട്ടുള്ള മറ്റേ ആ ഒരു ആഫ്രിക്കൻ സ്ഥലം ഉണ്ടല്ലോ, അങ്ങോട്ടാണ് ചെല്ലുന്നത്. അവിടെ ഒരു 3 പയ്യന്മാരിങ്ങനെ നടന്നു വരുന്നു. അവരുടെ മുമ്പിൽ കൂടെ ഒരു വമ്പൻ കാറിൽ ഒരു ചങ്ങായി ഈ ഒരു ക്ലബിലോട്ട് വന്ന് ഇറങ്ങുക. അപ്പൊ ആക്ച്വലി ഇവനെയായിരുന്നു നമ്മൾ ഫസ്റ്റ് സീനെ കണ്ടിട്ടുണ്ടായിരുന്നത്. ആ ആടിനെ തോളത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല, അവനാണ് ഈ കാർ ഓടിച്ച് ചെന്നേക്കുന്നത്. പിന്നെ അറിയാലോ, ആഫ്രിക്കയാണ്, അവിടെയുള്ള ആൾക്കാരൊന്നും അത്ര ക്യാഷ് ഉള്ള ടീംസ് അല്ല. എങ്കിലും ഇവൻ ഇത്രയും ക്യാഷ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് വേറൊരു റീസൺ ഉണ്ട്. പുറം രാജ്യങ്ങളിലുള്ള ആൾക്കാരെ സ്കാം ചെയ്തിട്ടാണ് ഇവൻ ക്യാഷ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന അർമദ് എന്ന് പറയുന്ന ഒരു പയ്യൻ അവനും ആ വഴി തന്നെ പോകാം എന്നൊരു തീരുമാനം എടുക്കുന്നു. അതായത് ഇവനും കാശ് ഉണ്ടാക്കണമെന്നും നല്ലപോലെ ജീവിക്കണം എന്നൊക്കെ ഇവനും ആഗ്രഹമുണ്ട്. തുടർന്ന് ഇവന്റെ ഫ്രണ്ട് മുഖേന ഓൺലൈനിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ കുറച്ച് ഫോട്ടോസ് ഇവൻ എടുക്കുന്നുണ്ട്. അവിടെ കുറച്ച് കാശൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറെ യൂറോപ്യൻ ഗേൾസിന്റെയും അങ്ങനെ കുറേ പേരുടെ ഫോട്ടോസും
വീഡിയോസ് എല്ലാം നമുക്ക് വാങ്ങാൻ പറ്റും. അങ്ങനെ ഇവൻ ആ ഒരു കാശ് കൊടുത്ത് വാങ്ങിയ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോസും വീഡിയോസും കാണിക്കുമ്പോൾ കാണാൻ ഏതാണ്ട് നമ്മുടെ മാരിയോനെ പോലെ തന്നെയുണ്ട്, പക്ഷെ അത് അവളല്ല. അങ്ങനെ ഇത് വെച്ചിട്ട് ഈ ഒരു അർമന്ത് ഒരു ഫേക്ക് ഐഡി ക്രിയേറ്റ് ചെയ്യുകയാണ് സോഷ്യൽ മീഡിയയിൽ. മനസ്സിലായല്ലോ, ഹണി ട്രാപ്പിംഗ് ആണ്. അങ്ങനെ ഇവന്റെ ആദ്യത്തെ വലയിൽ വീഴുന്ന ആളെന്ന് പറയുന്നത് ഗസു, നമ്മുടെ മൈക്കിളാണ്. അങ്ങനെ ഇവർ ഓൺലൈൻ ചാറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. ഇപ്പം മൈക്കിളിനെ സംബന്ധിച്ച് ആ ഒരു പെൺകുട്ടിയാണ് സംസാരിക്കുന്നത്, പക്ഷേ ശരിക്കും അർമന്താണ് ഇവിടെ ഉള്ളത്. ഈ ഫീൽഡിൽ ഇപ്പം പുതിയതായതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പാപ്പസാനോയെ ചെന്ന് ഇവൻ മീറ്റ് ചെയ്യുന്നുണ്ട്. ഈ പാപ്പസാനോ ആരാണെന്ന് ചെന്ന് നോക്കുമ്പോഴാണ് അത് അവിടുത്തെ തന്നെ ഒരു ചർച്ചിലെ ഫാദറാണ്. ഞാൻ ഇങ്ങനെ ഒരു ഫേക്ക് ഐഡി വെച്ചിട്ട് ഫ്രാൻസിലെ മൈക്കിൾ എന്ന് പറയുന്ന ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇയാളോട് ഇവൻ പറഞ്ഞു കൊടുക്കുന്നു. അയ്യോ മോനെ, ഇതൊന്നും ചെയ്യാൻ പാടില്ല, തെറ്റാണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നു വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങേര് കൊള്ളടോ മോനെ, ഇങ്ങനെ തന്നെ വേണം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഒരുത്തനെ പറ്റിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവന്റെ അടുത്ത് നിന്ന് ഈ കരുണയോ സഹതാപമോ ഒന്നും പ്രതീക്ഷിക്കരുത്. അവന്റെ വീക്ക് പോയിന്റ് എന്താണോ അതേ പിടിച്ച് നീ തൂങ്ങണം. അതിൽ പിഴിഞ്ഞ് അവൻ്റെ നിന്ന് മാക്സിമം ഊറ്റിയിട്ട് അവനെ ഒഴിവാക്കിയേക്കണം എന്ന് നല്ല അടിപൊളി അഡ്വൈസും കൊടുത്തിട്ടാണ് പാപ്പസാനോ ഇവനെ പറഞ്ഞു വിടുന്നത്. ഫാദർ പറഞ്ഞു ഇനിയൊന്നും നോക്കാനില്ല എന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ ഒരേ ചാറ്റിങ്, ഫോട്ടോസ് അയക്കുന്നു, വീഡിയോസ് അയക്കുന്നു, കുൽസിയുടെ മെസ്സേജുകൾ അയക്കുന്നു. ഇതെല്ലാം അപ്പുറത്തിരിക്കുന്ന ഒരുത്തൻ വെള്ളം ഇറക്കാതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇവന്റെ പരിപാടി തുടങ്ങി. ഇവളുടെ അച്ഛൻ മരിച്ചെന്നും അദ്ദേഹത്തിനെ നേരിട്ട് ചെന്ന് കാണാൻ ഫ്ലൈറ്റിൽ ബുക്ക് ചെയ്യാൻ ടിക്കറ്റിന്റെ കാശില്ല എന്നും പറഞ്ഞിട്ട് ഇവനോട് സങ്കടം പറയുന്നു. ഇത് കേട്ട പതി കേൾക്കാതെ പതി പിന്നെ എന്തിനാ പുത്തേ ചേട്ടൻ ഇവിടെ ഉള്ള എന്ന് പറഞ്ഞിട്ട് മൈക്കിൾ ആണെങ്കിൽ ഇവൾക്ക് കാശ് അയച്ചു കൊടുത്തു. അത് ക്യാഷായിട്ടല്ല അയച്ചത്, പകരം ഒരു കൂപ്പൺ ആയിട്ട് അയച്ചേക്കുന്നത്. ആ കൂപ്പൺസ് റിഡീം ചെയ്യുന്ന സമയത്ത് ക്യാഷ് കിട്ടുന്ന പരിപാടി. അങ്ങനെ മൈക്കിൾ 1000 യൂറോസ് ഇവൻ അയച്ചു കൊടുക്കുന്നുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് 1000 യൂറോസ് കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ ഇവൻ വെറുതെ ഇരിക്കുമോ? ഇല്ല, കേട്ടെന്നങ്ങ് ആർമാദിക്കുന്നുണ്ട് അർമന്ത്. നല്ല ഡ്രസ്സ് വാങ്ങി പബ്ബിൽ ചെന്ന് വെള്ളം ഇട്ടിച്ച് പുള്ളി നല്ല ജോളിയായിട്ട് എൻജോയ് ചെയ്യുന്നു. അങ്ങനെ ഒരു പാർട്ടിക്കിടയിലാണ് ഇവന്റെ ഒരു കണ്ണ് വേറൊരു പാർട്ടിയുടെ മുകളിലോട്ട് പോകുന്നത്. ഇവളോടൊരു ക്രഷ് ഇവനുണ്ടായിരുന്നു, പക്ഷെ കാശില്ലാത്തതുകൊണ്ട് അവൻ വാങ്ങി വിട്ടു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ലോ, ഇപ്പോൾ കുറച്ച് കാശ് കയ്യിലുള്ളതുകൊണ്ട് അവനും അവളോട് എന്ന് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ഇവരും സംസാരിക്കുന്നു, കൂട്ടാവുന്നു. ഇവളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഇവനാണ് പോകുന്നത്. ഇവനെ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. ഇവനും വീട്ടിലോട്ട് കയറുക. വീടെന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം വലിയൊരു ബംഗ്ലാവ് സെറ്റപ്പ്. ഇവൾ ഇത്രയും വലിയൊരു സെറ്റപ്പിലാണെന്ന് ഇവനും അറിയില്ലായിരുന്നു. നിനക്ക് ഇനി ഇത്രയും വലിയൊരു വീട്ടിൽ ഇത്രയും സെറ്റപ്പ് ഒക്കെ ആയെന്ന് പറഞ്ഞ് ഇവൻ ചോദിക്കുന്നു. അപ്പോഴാണ് അവൾ പറയുന്നത്, പാരീസിലെ ഒരു ബിസിനസ്സുകാരൻ എൻ്റെ ഒരു പരിചയക്കാരനാണ്. പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട്. അപ്പോൾ ആൾക്ക് കൂട്ടായിട്ട് ഞാനും ചെല്ലാറുണ്ട്. അതുകൊണ്ട് തന്നെ പുള്ളിയാണ് എൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ നോക്കുന്നത്. ഇതിനേക്കാളും ഷോക്കായിട്ടുള്ള വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾ ഒറ്റയ്ക്കല്ല, ഇവൾക്കൊരു കുട്ടിയും ഉണ്ട്. ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഇവൻ വിട്ടു പോകുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവളോടുള്ള സ്നേഹം അവന് കൂടുകയത്. ഇവനെ സംബന്ധിച്ച് ഇവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കണമെങ്കിൽ കാശ് വേണം. അവ ഇനിയും ഈ പറയുന്ന മൈക്കിളിനെ വെച്ച് കുറച്ച് കാശുണ്ടാക്കാം എന്നൊരു പ്ലാനിൽ അവൻ വീണ്ടും ഇറങ്ങുന്നു. അങ്ങനെ ദിവസങ്ങൾ പോവുകയാണ്. അവന് ഗ്യാപ്പ് കിട്ടുമ്പോൾ അവൻ ചോദിച്ച് കാശ് വാങ്ങും. ആ വാങ്ങുന്ന കാശ് കൊണ്ട് ഇവൾക്ക് അവൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും. പിന്നെ മെല്ലെ മെല്ലെ ഇവൾക്കും ഈ പറയുന്ന നമ്മുടെ അർമന്തിനോട് ഒരു ഇഷ്ടം തോന്നുകയാണ്. തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇവൻ ഇത്രയൊക്കെ ചെലവാക്കുന്നത് എന്നൊരു തോന്നൽ അവളുടെ ഉള്ളിലും വരുന്നു. ഇനി ഇങ്ങനെ കുറച്ചായിട്ട് വേണ്ട, ഇച്ചിരി വലിയൊരു എമൗണ്ട് എടുക്കാം എന്ന് പറഞ്ഞിട്ട് മൈക്കിളെ ഞാൻ നിന്നോട് ഇത്ര നാളും പറയാതെ വെച്ചതാ. എൻ്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് പേരോട് കടം വാങ്ങിച്ചിട്ടുണ്ട്. ആ കടം വാങ്ങിച്ച ഒരു കാരണം എനിക്കിപ്പോൾ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. എനിക്ക് ഒറ്റയ്ക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുന്ന ചെറിയൊരു എമൗണ്ടും അല്ലത്. എനിക്കിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല എന്ന രീതിയിൽ അമാൻഡിൻ മൈക്കിളിന് അയക്കുന്ന രീതിയിൽ ഇവ മെസ്സേജ് അയച്ചു. അതിന് മൈക്കിള് അങ്ങനെയാണെങ്കിൽ നീ അവിടെ നിൽക്കേണ്ട മോളോ, നീ ഇങ്ങോട്ട് പോരെ, ചേട്ടൻ തന്നെ നോക്കിക്കോളാം, നീ വേഗം ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞ് ഇവളെ അങ്ങോട്ട് വിളിക്കുന്നു. പ്ലാൻ പാളിയിലോ മോനെ എന്ന് പറഞ്ഞ അർമന്ത്. ഇവൻ ഇങ്ങനെ ഒരു ടിസ്റ്റ് വിടുമെന്ന് അവൻ വിചാരിച്ചില്ല. അതായത് വീണ്ടും കാശ് അയച്ചു തരുമെന്നൊക്കെ ഓർത്തിട്ട് അവൻ ചെയ്ത്. അർമന്ത് അത് വിട്ട് വലിയ കാര്യമായിട്ട് എടുത്തില്ല. എന്നാൽ പിറ്റേ ദിവസമാണ് മൈക്കിളും ആലിസും വണ്ടിയിൽ വരുന്ന സമയത്ത് ഏതൊരു പെൺകുട്ടി വണ്ടിക്ക് കൈ കാണിക്കുന്നു. അപ്പോൾ ആലിസ് പറയുന്നത് വണ്ടി നിർത്തി നമുക്ക് ലിഫ്റ്റ് കൊടുക്കാമെന്ന്. ഇവനും ലിഫ്റ്റ് അല്ലേ, ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇവനും വണ്ടി സൈഡാക്കി. അങ്ങനെ ഒരു പെൺകുട്ടിയും ആ ഒരു വണ്ടിയുടെ അടുത്തോട്ട് നടന്നു വരുന്ന സമയത്താണ് മൈക്കിൾ ശ്രദ്ധിക്കുന്നത് അവളെ കാണാൻ നമ്മുടെ അമാൻഡിനെ പോലെ തന്നെയുണ്ട്. എന്നല്ലാതെ അവളല്ല, പകരം മാരോണാണ്. അത് ഇവൻ അറിയത്തില്ലല്ലോ. അപ്പോൾ പുറപ്പെട്ട് വരാൻ പറഞ്ഞപ്പോഴേ അവൾ വന്നു എന്നാണ് ഇവൻ ഓർക്കുന്നത്. വണ്ടിയിലാണെങ്കിൽ ആലിസും ഉണ്ട്. അപ്പോൾ അത് പ്രശ്നമാകും എന്ന് ഓർത്തിട്ടാണ് അവൻ നിർത്താതെ വണ്ടി എടുത്തിട്ട് പോയത്. മൈക്കിൾ നിനക്ക് എന്താ പ്രശ്നം എന്ന് പറഞ്ഞ ആലിസ്. എന്നാൽ മൈക്കിൾ ആണെങ്കിൽ ഉള്ളിൽ ഒരേ സന്തോഷമാണ്. അമാൻഡിന് ഇവിടെ വന്നു, ഇനി ഇവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ ജോളിയായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവൻ ആലോചിക്കുന്നത്. വീട്ടിൽ വന്നതും മൈക്കിൾ അവൾക്ക് മെസ്സേജ് അയക്കുന്നു. വിവി, ഞാൻ ഇന്നലെ പറഞ്ഞത് നീ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിവേ ഇപ്പം നീ ഇവിടെ വന്നില്ല, ഇനി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ ഇവൻ ഈ മെസ്സേജ് കാണുന്ന സമയത്താണ് ആഫ്രിക്കയിലുള്ള നമ്മുടെ അർമന്തിന്റെ കാര്യം മനസ്സിലാവുന്നത്. ഈ പെണ്ണിനെ പോലെ തന്നെയുള്ള ഏതൊരു പെണ്ണിനെ അവൻ അവിടെ വെച്ച് കണ്ടു, അവൻ ഇവളാണെന്നൊക്കെ ഓർത്തിട്ടിരിക്കുക എന്നുള്ള കാര്യം ഇവന് മനസ്സിലായി. ഇനി ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, നമുക്ക് ഒന്നുകൂടെ ശ്രമിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവൻ അതെ ബേബിയെ കാണാൻ വേണ്ടി തന്നെ ഞാൻ അങ്ങോട്ട് വന്നേ. പക്ഷേ ഈ നാട്ടിൽ അച്ഛൻ കാശ് കൊടുക്കാനുള്ള ആൾക്കാരുണ്ട്. ഇവിടെ എനിക്ക് അങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ പറ്റത്തില്ല. ഇപ്പൊ തൽക്കാലം ഞാൻ ആരും കാണാത്തൊരു സ്ഥലത്തുണ്ട്. ഇവിടെ ഇത്തിരി കാശേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാശ് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് അങ്ങോട്ട് കൊടുക്കായിരുന്നു. ആ കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു മൈക്കിൾ. അങ്ങനെ പിറ്റേ ദിവസം ആവുന്നു. ഇന്നും ഈ പറയുന്ന മാരിയോനെ അവിടെ വെച്ച് ഇവൻ കണ്ടു. മൈക്കിൾ അവളുടെ അടുത്ത് നിന്ന് സംസാരിക്കാനും നിന്നില്ല, പകരം അവളെ ഫോളോ ചെയ്ത് അവൾ എവിടെയാണ് താമസിക്കുന്നത് എന്നൊരു കാര്യവും ഇവൻ കണ്ടെത്തി. എന്നിട്ട് അവളില്ലാത്തൊരു ഗ്യാപ്പ് നോക്കിയിട്ട് ചോദിച്ച കാശ് ഒരു എൻവലപ്പിലാക്കി അവിടുത്തെ ഡോറിന്റെ ഫ്രണ്ടിൽ കൊണ്ട് അവൻ വെക്കുന്നുണ്ട്. പിന്നീട് ഈ ഒരു ക്യാഷാണ് എവിലിൻ തന്നതാ എന്ന് ഓർത്തിട്ട് നമ്മുടെ മാരിയോൺ തെറ്റിദ്ധരിക്കുന്നത്. സോ ആക്ച്വലി ആ ഒരു കാശ് കൊണ്ട് വെച്ചിരിക്കുന്നത് നമ്മുടെ മൈക്കിളായിരുന്നു. ദെൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും മെസ്സേജ് ആയിട്ട് അയച്ചു കൊടുക്കുന്നു. നിന്നെ ഞാൻ കാണുകയും ചെയ്തു, നീ അവിടെ താമസിക്കുന്നതെന്നും എനിക്കറിയാം. അപ്പോൾ നിനക്ക് ഞാൻ ഡോറിൽ വെച്ച് കാശ് കിട്ടിയില്ലേ, നീ ആ കാശ് വെച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന കടം വീട്ട്, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ സംസാരിക്കാമെന്ന് മൈക്കിൾ. ഇത് കാണുന്ന അർമന്ത് സഹിക്കുന്നില്ല. കാരണം ഏതോ ഒരു തീ കൊണ്ട് കാശ് കൊടുത്തിട്ട് വന്നേക്കുവാണെന്നുള്ള കാര്യം അവന് മനസ്സിലായി. അവസാന ശ്രമം എന്ന രീതിയിൽ അർമന്ത് വീണ്ടും ഒന്ന് ട്രൈ ചെയ്യുക. മൈക്കിൾ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് ഒന്നും രണ്ടോ അല്ലേ ഏകപ്പെട്ട് പേർക്ക് കാശ് കൊടുക്കാനുണ്ട്. നിങ്ങളിങ്ങനെ ക്യാഷ് ആയിട്ട് കൊണ്ടുവയ്ക്കുമ്പോൾ അവരുടെ കൈ കിട്ടി അവരത് എടുത്തുകൊണ്ട് പോകില്ലേ. നിങ്ങൾക്ക് എനിക്ക് ക്യാഷ് തരണം എന്ന് തോന്നുവാണെങ്കിൽ പണ്ടത്തെ പോലെ കൂപ്പണായിട്ട് അയക്കുവാണെങ്കിൽ എനിക്കും കുറച്ച് എളുപ്പമാവും. നീ എന്തേ പറയുന്നത്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് മൈക്കിൾ. അങ്ങനെ
അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആ കാര്യമെല്ലാം ഞാൻ സോൾവ് ചെയ്തോളാം എന്നുള്ള രീതിയിൽ ഇവൻ നിൽക്കുക. സോ അർമന്ദ് എത്ര നോക്കിയിട്ടും പരിപാടി നടക്കുന്നില്ല. തുടർന്ന് അന്ന് രാത്രി തന്നെ അമാൻഡിനെ കാണണം എന്ന് പറഞ്ഞിട്ട് മൈക്കിൾ വീട്ടിൽ നിറയെ ചെല്ലുക. അങ്ങനെ ഇവൻ അങ്ങോട്ട് ചെല്ലുന്നത് അതേ സമയമാണ് അവിടെ നമ്മുടെ മാരിയോണും അതേപോലെ തന്നെ എവലിനും വഴക്കുണ്ടാക്കുന്നത്. അവർ ചെറുതായിട്ട് ഒരു അടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അതെല്ലാം പുറത്തിരുന്ന് ഇവൻ കാണുന്ന ഇവനെ സംബന്ധിച്ച് ആ വഴക്കുണ്ടാക്കുന്നത് ഇവൾക്ക് കാശ് കൊടുക്കാനുള്ള ആരോ ആണ്, ഇവളാണ്, ആ എവലിനാണ് ഇവളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവൻ മനസ്സിലാക്കുന്നത്. ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് മൈക്കിൾ എവലിനെ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. അതാണ് അവൾ കാറെടുത്ത സമയത്ത് അവളുടെ പിന്നാലെ ഒരു കാറ് വരുന്നത് കണ്ടല്ലോ, അത് വേറെ ആരുടെ അല്ല, മൈക്കിളിന്റെ ആയിരുന്നു. അങ്ങനെ എവലിന്റെ പിന്നാലെ തന്നെ ഇവനും ചെന്ന് ആരും അധികം ഇല്ലാത്തൊരു സ്ഥലം നോക്കി വളച്ച് വണ്ടി നിർത്തി. ആരാ അത് എന്തിനെ കൊല്ലാൻ പോകുന്നത് എന്ന് പോലും അറിയാതെ നേരെ എവലിനെ ചെന്ന് കഴുത്തിന് ഊത്തിപ്പിടിച്ച് അവൻ കൊല്ലുക. ആ ദേഷ്യത്തിൽ വന്നിട്ട് അവൻ കൊന്നു കഴിഞ്ഞു. പക്ഷെ ഇനി എന്ത് ചെയ്യണം എന്നുള്ള കാര്യം അവൻ അറിയുന്നില്ല. വണ്ടിക്കകത്താണെങ്കിൽ എവലിന്റെ പട്ടി കടന്ന് കുറച്ചുകൊണ്ട് ഇരിക്കുന്നു. എന്നിട്ട് ഇവളുടെ ബോഡി വണ്ടിയിലെടുത്തിട്ട് നേരെ ജോസഫിന്റെ വീടുണ്ടല്ലോ അതിന്റെ അടുത്തുള്ള ഒരു കാട്ടിൽ കൊണ്ടിടാം എന്ന് പറഞ്ഞാൽ ഒരു ബോഡി പൊതിഞ്ഞ് അവൻ അങ്ങോട്ട് കൊണ്ടിടുക. എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാൽ അവൻ അനുഭവിക്കട്ടെ എന്നൊരു സെൻസിൽ. ഇനി നമ്മുടെ കൊച്ചിനെ ടോർച്ചർ ചെയ്യാൻ വേണ്ടി ആരുമില്ല എന്ന് പറഞ്ഞാണ് മൈക്കിൾ ഇരിക്കുന്നത്. ഇതേ സമയം അപ്പുറത്ത് ഈ ആഫ്രിക്കയിൽ ഈ സ്കാമേഴ്സിനെ എല്ലാം പോലീസുകാർ ഓരോന്നോരോന്നായിട്ട് പൊക്കിക്കൊണ്ടിരിക്കുക. ആ കൂട്ടത്തിൽ നമ്മുടെ അർമന്ദിനെയും പോലീസുകാർ പൊക്കുന്നു. തുടർന്ന് അവനെ ഇൻട്രോഗേറ്റ് ചെയ്ത് അവന്റെ സാധനങ്ങളെല്ലാം ചെക്ക് ചെയ്യുമ്പോഴാണ് ഫ്രാൻസിലുള്ള മൈക്കിളാണ് ഇവന്റെ ടാർഗറ്റ് എന്ന കാര്യം മനസ്സിലാവുന്നത്. എന്നിട്ട് അവന് മുമ്പിൽ നിന്ന് തന്നെ പോലീസുകാർ ഈ പറയുന്ന മൈക്കിളിനെ വിളിച്ച് പറയുക, നിങ്ങളെ അമാൻഡിൻ എന്നൊരു ഫേക്ക് ഐഡിയിൽ ഇവിടുത്തെ ഒരുത്തനാണ് നിങ്ങളെ സ്കാം ചെയ്തുകൊണ്ടിരുന്നത്, നിങ്ങൾക്ക് അവന്റെ മേലെ കേസ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾ നോക്കിക്കോളാം. ഇത് ആദ്യം കേട്ടപ്പോൾ ഇവനങ്ങ് കൺഫ്യൂസ് ആയിപ്പോയി. ആരും നമ്മുടെ മൈക്കിൾ പിന്നെ കേസ് അത് ഇതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇല്ല വേണ്ട, കേസൊന്നും വേണ്ട, ഞാനത് നോക്കിക്കോളാം, നിങ്ങൾ കേസൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നു. ഇതാണ് ഫുഡ് കൊടുക്കാൻ ചെന്ന സമയത്ത് നമ്മുടെ ആലിസ് കേൾക്കുന്നത്. ആരാ ഏതാന്നൊക്കെ ഇവിടെ ചോദിച്ചപ്പോഴും ഇവളൊന്നും പറയാതെ വണ്ടി എടുത്ത് പോയില്ലേ. നേരെ ചെന്നത് മാരിന്റെ വീട്ടിലോട്ടാണ്. പോലീസുകാർ അങ്ങനെ വെറുതെ പറയുന്നതായിരിക്കും, നമ്മൾ അമാൻഡിനെ നേരിട്ട് കണ്ടതാണല്ലോ, എന്തായാലും ഇന്ന് അവളെ നേരിട്ട് കണ്ട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവളുടെ വീട്ടിലോട്ട് അവൻ ചെല്ലുന്നത്. ഈ സീനാണ് നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ടായിരുന്നത്. മാരിന്റെ അടുത്ത് വന്ന് ഞാൻ ആ മുളയെന്നൊക്കെ പറഞ്ഞ് ചെന്ന് കയറുന്നതും അവൾ മൂക്കാമണ്ട നോക്കി ഒരെണ്ണം ചവിട്ടി കൊടുക്കുന്നു. അങ്ങനെ പൊട്ടി മൂക്കുമായിട്ട് വീട്ടിലോട്ട് വരുമ്പോഴാണ് ആലിസ് ഈ പറഞ്ഞ മരുന്നെല്ലാം വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അവളായിട്ട് തന്നെ തെറ്റിദ്ധരിച്ച് ജോസഫാണ് ഇതെല്ലാം ചെയ്തത് എന്നോർത്ത് ജോസഫ് ആയിട്ടുള്ള വിഷയമെല്ലാം ഇവനോട് തുറന്നു പറയുന്നത്. ഇവർ തമ്മിലുള്ള അഫയറിനെ പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്നല്ലാതെ കൺഫർമേഷൻ ഇല്ലായിരുന്നു. ഇപ്പൊ ഇവളുടെ വായിന്നത് കേട്ടപ്പോൾ അവനും ഓക്കെ. രാത്രി കിടക്കുമ്പോൾ പോലും മൈക്കിളിന് ഉറങ്ങാൻ പറ്റുന്നില്ല. കൂടെ ഉണ്ടായിരുന്ന ഭാര്യയും ഫോൺ സംസാരിച്ച അമാൻഡിനും എല്ലാവരും തന്നെ പറ്റിക്കുവാണ് എന്നൊരു കാര്യം മനസ്സിലായപ്പോൾ ദേഷ്യമായിരുന്നു അവന്, വല്ലാത്ത ദേഷ്യം. ദെൻ കയ്യിലുണ്ടായിരുന്ന കാശും അവിടെ ഉണ്ടായിരുന്ന കുറച്ച് കാശൊക്കെ എടുത്തിട്ട് ഇവൻ നേരെ വണ്ടി എടുത്ത് പോവുക. എന്നിട്ട് റോഡ് സൈഡിൽ തന്നെ വണ്ടി നിർത്തിയിട്ട് പുള്ളി നേരെ ആഫ്രിക്കയ്ക്ക് വിടുന്നു അർമന്ദിനെ കണ്ടുപിടിക്കാൻ വേണ്ടി. ഈ സ്കാമിംഗ് പരിപാടി എല്ലാം പോലീസ് പിടിച്ചോടെ നിന്നു. കയ്യിലുണ്ടായിരുന്ന കാശും പോയി. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ എല്ലാവരും നടന്നുകൊണ്ടിരിക്കുക. കൂട്ടത്തിൽ നമ്മുടെ അർമന്ദും. ഇതിന് ഇവന്റെ ഒരു ക്രഷ് ഉണ്ടായിരുന്നല്ലോ അവിടെ. അവളും ആ ഒരു പാരീസിലെ ബിസിനസ്സുകാരൻ വന്ന് വിളിച്ചപ്പോൾ പോവാണെന്ന് പറഞ്ഞിട്ട് ഇവന് ബായ് കൊടുത്തിട്ട് പോവുക. ഇതിനോടൊക്കെ തന്നെ അവിടെ മൈക്കിൾ വന്നിട്ടുണ്ട്, അവിടെ അന്വേഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇവനെ. അങ്ങനെ ഒരു 2-3 ദിവസം കഴിയുമ്പോഴാണ് ഇവനെ കയ്യിൽ കിട്ടുന്നത്. നീലടെ എന്നെ പറ്റിച്ചുകൊണ്ടിരുന്ന അമാൻഡ് എന്ന പേരിൽ എന്നും പറഞ്ഞ് അവന്റെ കഴുത്തിന് ഊത്തിപ്പിടിച്ച് നിൽക്കുന്നു. പക്ഷെ കാര്യം ഇങ്ങോട്ട് വന്ന് ഈ കഴുത്തിന് ഊത്തിപ്പിടിച്ച ശേഷമാണ് അവൻ ആലോചിക്കുന്നത്, ഇവൻ പറ്റിക്കാൻ നോക്കി, പറ്റിക്കപ്പെടാൻ താനും നിന്ന് കൊടുത്തു. പറ്റിക്കപ്പെടാൻ ആളുള്ളിടത്തോളം കാലം പറ്റിക്കാനും ആളുണ്ടാവും എന്ന് പറയുന്നൊരു കാര്യം ഇവൻ ഇവിടെ വെച്ച് തിരിച്ചറിയുന്നത്. ഇവനെ ഒരുപാട് പറയുന്നതിൽ അർത്ഥമില്ല എന്നൊരു കാര്യം മൈക്കിൾ മനസ്സിലാക്കുന്നു. തുടർന്ന് അവനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ വെറുതെ വിടുക. അപ്പൊ നിങ്ങൾ ആലോചിക്കും, ഫ്രാൻസിൽ നിന്ന് ഇവിടെ വരെ വന്ന് 3 ദിവസം അലഞ്ഞ് തിരിഞ്ഞ് ഇവനെ കണ്ടുപിടിച്ച ശേഷമാണോ ഈ ഒരു തോന്നൽ വരുന്നതെന്ന്. ഈ സെൽഫ് റിയലൈസേഷൻ അത് അങ്ങനെയാണ്. ദ വെരി ലാസ്റ്റ് മൊമെന്റ് ആയിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത്. മൈക്കിളിനും അത് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ മൈക്കിളും റൂമിലോട്ട് വരികയാണ്. റൂമിലോട്ട് വരുമ്പോൾ സെയിം ആ ഒരു അമാൻഡ് എന്ന് പറയുന്ന നമ്പറിൽ നിന്ന് ഇവന് വീണ്ടും ഒരു മെസ്സേജ് വരുന്നു, ഹലോ മൈക്കിൾ, നിങ്ങൾ ഓക്കെ ആണോ എന്ന് പറഞ്ഞു. അപ്പുറത്ത് അർമന്ദാണ്. അവൻ എന്തായാലും ഇത്രയും ആയില്ലേ, സോറി പറയാന്നുള്ള ഒരു ഇന്റൻഷനിലായിരിക്കും മെസ്സേജ് അയച്ചിട്ടുണ്ടാവുക. ബട്ട് ഫോർ സം റീസൺ ഈ ഒരു മെസ്സേജ് മൈക്കിൾ കണ്ടതും അവനങ്ങ് സന്തോഷമാകുന്നു. ഈവൻ ദോ അത് അമാൻഡിനല്ല എന്നൊരു വസ്തുത ഇവൻ അറിയുന്നുണ്ടെങ്കിൽ പോലും. ഇവിടെ കട്ടിയതിൽ അടുത്ത ഷോട്ടിൽ നമ്മൾ കാണുന്നത് അർമന്ദിന്റെ ഒരു ക്രഷ് ഉണ്ടല്ലോ, അവൾ ഈ പറയുന്ന ഫ്രാൻസിലോട്ട് പോകുന്ന രീതിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ബിസിനസ്സുകാരൻ അവന്റെ കൂടെ നിർത്താൻ വേണ്ടി ഇവളെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അത് ആരാണെന്ന് നോക്കുമ്പോൾ മരിച്ചുപോയ എവലിനില്ലേ, എവലിന്റെ ഹസ്ബൻഡാണ് ഈ പാരീസിലെ ആ ഒരു ബിസിനസ്സുകാരൻ, അല്ലെങ്കിൽ ഇവളുടെ മോളുടെയും സ്പോൺസർ. അപ്പൊ ആകെ മൊത്തത്തിൽ നോക്കുമ്പോൾ പടം മൊത്തം അഭീതമാണ്. പക്ഷേ നല്ല ഗംഭീര സ്ക്രീൻ പ്ലേ ആയിരുന്നില്ല. അതായത് ഓരോ ചാപ്റ്റേഴ്സും ആ ഒരു ഇന്റർ കണക്ട് ആവുന്ന വിധമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് യെസ്, ഇതെല്ലാം കഴിഞ്ഞൊരു സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല. പ്രത്യേകിച്ച് ഒരു തേർഡ് ആക്ട്, അതായത് ടോട്ടൽ സ്റ്റോറിയും മൈക്കിൾ പാർട്ടിൽ കൊണ്ട് ചേർത്തത് അതത്ര എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയില്ല. എങ്കിൽ പോലും ഓവറോൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് സ്റ്റോറി ടെല്ലിംഗിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് ഫിലിം. ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു സ്ക്രിപ്റ്റും എഡിറ്റ് പാറ്റേണും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഈ ഒരു പടത്തിൽ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു സിനിമയായിട്ട് കാണാം. ബൈ.